നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്തു. ഈ വിശുദ്ധ ആരാധനയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷം. പ്രിയപ്പെട്ട പാസ്റ്റേഴ്സ്, ഈ സഭയുടെ ശുശ്രൂഷകൻ നമ്മുടെ പ്രിസ്പെറ്ററും, അതോടൊപ്പം ചേലക്കര സഭയുടെ പാസ്റ്ററും, ആ സഭയിൽ നിന്ന് വന്നുകൂടിയ ദൈവമക്കൾ, ഈ സഭയിലെ ദൈവമക്കൾ, അതോടൊപ്പം ആരാധനയ്ക്ക് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര്, അങ്ങനെ നിങ്ങളോടെല്ലാം ചേർന്ന് ഇന്ന് ഞങ്ങൾക്കും ഇങ്ങനെ ഈ ആരാധികനെ സംബന്ധിക്കാൻ സാധിച്ചതിൽ സന്തോഷം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പള്ളി പ്രതിഷ്ഠിച്ചപ്പോൾ ഇവിടെ വന്നതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നതായിട്ട് ഓർമ്മയില്ല. സാധാരണ ഈ പോകുന്നു എന്ന് പറയുന്നത് ഏതാണ്ട് 1000-ഓളം സഭകളുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ പോകാൻ പറ്റും എന്നല്ലാതെ ഞങ്ങൾ തന്നെ പോകണമെങ്കിൽ ഒരാണ്ടിൽ 52 സഭയിലല്ലേ പോകാൻ പറ്റുള്ളൂ. വേറെ എങ്ങും വിളിക്കുന്നിടത്ത് പോകാതെ പോയാൽ, അങ്ങനെ വരുമ്പോൾ ഒരു ദേശത്തൊരു പ്രോഗ്രാം ക്രമീകരിക്കപ്പെടാതെ പോക്ക് സാധാരണ ഈ സൂപ്രണ്ടന്മാർക്ക് നടക്കുകയില്ല. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായത്. അതിവിടെ നാട്ടിലൊരു കൺവെൻഷനോട് ചേർന്ന് വെച്ചു. അപ്പോൾ അടുത്ത സഭയെ കൂടെ വിളിച്ചു, നിങ്ങളും കൂടെ അതിന് മനസ്സ് കാണിച്ചു. സൂപ്രണ്ട് ഇവിടെ ഉള്ള ഈ സമയത്ത് നിങ്ങളും കൂടെ വരാൻ ഉത്സാഹിച്ചു. അങ്ങനെ 2 സഭകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് ആരാധനയ്ക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ 2 കൂട്ടങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ നടത്തുന്നു, ദൈവം നിങ്ങളെ പാലിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കിലേക്ക് പോകാം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് എനിക്ക് ഇന്ന് പറയാനായിട്ട് നിയോഗമുള്ളത്. എഫെസ് ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന വിശുദ്ധ മന്ദിരമായി മാറി അവനിൽ നിങ്ങളെ ദൈവത്തിന് നിവാസമാകേണ്ടത് ആത്മാവിനാൽ. യേശുക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ ഭാഗം. എന്നാൽ ആ ഉപദേശത്തിൻ്റെ എല്ലാ ഭാഗവും പറയാനല്ല എനിക്കിന്ന് നിയോഗമുള്ളത്. അങ്ങനെ എല്ലാ ഭാഗവും പറയാൻ കൂടുതൽ നേരമാണ്. ഇന്നിപ്പോഴ് പരിമിതമായൊരു സമയം, ഇത് കഴിഞ്ഞാലുടൻ പാസ്റ്റർക്ക് ഒരു അടക്കത്തിന് വേണ്ടി പോകണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം വളരെ പരിമിതപ്പെടുത്തി ഇന്ന് ആരാധനയ്ക്ക് സംബന്ധിക്കുക. ആ വാക്യം ഒന്നുകൂടെ നോക്കാമോ? ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതിരിക്കുന്നു. സഭ പണിയുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുക. സഭയെന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. സഭയെന്ന് പറയുന്നത് മനുഷ്യരാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച മനുഷ്യർ. അതിനാണ് വേദപുസ്തകം സഭ എന്ന് പറയും. അപ്പം ആ സഭ യേശുക്രിസ്തു എന്ന മൂലക്കല്ലും പിന്നെ കെട്ടിടപ്പണിയോടാണ് ഉദാഹരിച്ചിരിക്കുന്നത്. കെട്ടിടപ്പണി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ കെട്ടിടം പണിച്ചിട്ടുണ്ടാവും പലരും, അല്ലെങ്കിലും കെട്ടിടപ്പണി കണ്ടിട്ടുണ്ട്. അതിന് വാനം എടുത്ത് ആദ്യം ഒരു കല്ലിടും. ആ കല്ലിനാണ് മൂലക്കല്ല്. അത് കഴിഞ്ഞ് പിന്നെ ആ വാനത്തിലിടുന്ന കല്ലുകൾ, അതാണ് ഫൗണ്ടേഷൻ, അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യം ഇട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായിരുന്നു. ക്രിസ്തു മൂലക്കല്ല്, പിന്നെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. പിന്നെ അതിൻ്റെ മേപ്പോട്ടുള്ള പണിയാണല്ലോ, ഭിത്തി കെട്ടി മേക്കുരയൊക്കെ വെക്കുന്നു, അതല്ലേ പിന്നുള്ള പണി. അത് നമ്മളാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ കല്ലാണ് ഈ ഭാഷയിൽ.
മേപ്പോട്ട് പണിയുന്ന ഓരോ കല്ല്. അത് ആ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ് പണിയുന്നത്. പത്രോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ ഈ അടിസ്ഥാനം ഇടാൻ തന്നെ അന്നത്തെ മതനേതാക്കന്മാർക്ക് ഈ കല്ലിടാൻ ഇഷ്ടമില്ലായിരുന്നു. അവരവരുടെ സ്വന്തം പണി പണിഞ്ഞുകൊണ്ട് പോയതാണ്. യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ വിരോധം ഉണ്ടായി. യേശുവിനെ കൊല്ലണം എന്ന് പറഞ്ഞ് കൊന്നവരാണ്. പക്ഷെ ദൈവം പണ്ടേ ഇട്ടിരുന്ന അടിസ്ഥാനം ഈ ക്രിസ്തുവാണ്. അങ്ങനെയാണ് യെശയ്യാപ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യം. പണ്ട് സിയോനിലിട്ടിരുന്ന അടിസ്ഥാനം, ദൈവം ഇട്ട അടിസ്ഥാനം, സ്ഥിരമായ അടിസ്ഥാനം. അപ്പൊ അവിടെ പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അപ്പൊ ആ കല്ല് മനുഷ്യർ തള്ളിയ കല്ലാണ്. പക്ഷെ ദൈവം അതിനെ വീടിൻ്റെ മൂലക്കല്ലാക്കി തീർത്തു. എന്ന് മാത്രമല്ല, അത് ജീവനുള്ള കല്ലാണ്. ജീവന്റെ ഉറവിടമല്ലേ, ദൈവമല്ലേ. വന്നതെ തൊട്ട് കഴിഞ്ഞാൽ വരുന്നതിനും കൂടെ ജീവൻ കിട്ടും. അതായത് ഈ വിദ്യുച്ഛക്തി ഒരു വയറിൽ കൂടി പ്രവഹിക്കുമ്പോൾ ആ വിദ്യുച്ഛക്തി പ്രവഹിക്കുന്ന വയറിൽ ഒരു ഗുഡ് കണ്ടക്ടർ തൊട്ടാൽ അതിലേക്കും വിദ്യുച്ഛക്തി പ്രവഹിക്കും. എല്ലാത്തിലും പോവില്ല. ഗുഡ് കണ്ടക്ടർ, വിദ്യുച്ഛക്തി പ്രവഹിക്കത്തക്ക ഒരുക്കപ്പെട്ട സംഗതിയാണെങ്കിൽ മനുഷ്യൻ ഗുഡ് കണ്ടക്ടറാണ്. വിദ്യുച്ഛക്തിയെ തൊട്ടാൽ മനുഷ്യൻ്റെ മേൽ അടിക്കും. അയാളെ വേറൊരാൾ തൊട്ടാൽ അയാളിലേക്കും വിദ്യുച്ഛക്തി പ്രവഹിക്കും. അതൊരു ചെയിനായിട്ട് വരും. 100 പേര് തൊട്ടാൽ 100 പേരിലേക്കും ഇത് പ്രവഹിക്കും. എന്നതുപോലെ ജീവനുള്ള കല്ലായി യേശുവിൻ്റെ അടുക്ക വന്ന് തൊടുമ്പോൾ ആരെല്ലാം തൊടുന്നു അവരിലേക്ക് ജീവൻ വ്യാപരിക്കും. അവരെ തൊടുന്നവരിലേക്കും ജീവൻ വ്യാപരിക്കും. അങ്ങനെ പണിയുന്ന ജീവനുള്ള സഭ, വേറെ സഭയല്ല, ജീവനുള്ള സഭ. എന്നാൽ അതിൻ്റെ അവസാന ഉദ്ദേശം എന്താണ് എന്നാണ് എനിക്കിന്ന് പറയാനുള്ളത്. നമ്മൾ വായിച്ച വാക്യത്തിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പടർന്നു വരുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോളൂ. ഒത്തിരി ആവേശത്തിലായിരിക്കില്ല ഇന്ന് ഞാൻ പറയുന്നത്. ആവേശം വരുമ്പോൾ പറയും, ആവേശമൊക്കെ എടുക്കും. എന്നാലും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ വന്ന് താമസിക്കേണ്ടത്, ദൈവത്തിൻ്റെ വീടാകേണ്ടതിന് നിങ്ങളെയും ആത്മാവിനാൽ ഒന്നിച്ച് പടർന്നു വരുന്നു. ആ പറയുന്നത് ദൈവത്തിന് നമ്മളിൽ വന്ന് താമസിക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വീടാവണം. നമ്മളെല്ലാം വീട്ടിൽ താമസിക്കുന്നവരല്ലേ. അപ്പൊ വീട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം. സ്വന്തം വീട്, വാടക വീടല്ല. വാടക വീട്ടിൽ താമസിച്ചാൽ അതിന് ഒത്തിരി പരിമിതികളുണ്ട്. അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത്യാവശ്യത്തിന് താമസിക്കാമെന്നല്ലാതെ മര്യാദയുള്ളവരാണെങ്കിൽ വല്ലവരുടെയും വീട്ടിലൊരാണി അടിക്കാൻ പോലും അനുവാദം ഇല്ല. പിന്നെ വിവരം കെട്ടവരിങ്ങനൊക്കെ അങ്ങ് ചെയ്ത് വീട് നശിപ്പിക്കുമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ മര്യാദ അനുസരിച്ച് താമസിക്കാൻ മാത്രമേ അവർക്ക് അധികാരം ഉള്ളൂ. ഒരു മാറ്റങ്ങളും വരുത്താൻ അധികാരമില്ല. സൗകര്യം ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഒന്നുകൂടെ മോഡിഫിക്കേഷനൊക്കെ വരുത്തി ചില സൗകര്യമാക്കാം എന്ന് വാടക വീട്ടിൽ നമ്മളാരും തുനിയാറില്ല. നമ്മുടെ വീടാണെങ്കിൽ വരുത്തേണ്ട മാറ്റം നമ്മൾ വരുത്തും, നമ്മുടെ ഇഷ്ടത്തിന് വരുത്തും. ദൈവത്തിന് വന്ന് നമുക്ക് അതിഥിയായിട്ട് വിളിച്ച് താമസിക്കാൻ വരുന്ന ആളല്ല ദൈവം. അതിഥിയായിട്ട് താമസിക്കാൻ വരുന്ന ആളല്ല ദൈവം. ദൈവം വാടകക്കാരനും അല്ല. ഞങ്ങളെപ്പോഴും അതിഥികളായിട്ട് താമസിക്കുന്നവരാണ്. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സമയം കുറവാണ്. ഞങ്ങളെപ്പോഴും ഇങ്ങനെ സഞ്ചാരവും ഓരോ വീടുകളിലാണ് താമസിക്കുന്നത്. അപ്പം മറ്റു വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് കുറേ സ്വാതന്ത്ര്യമൊക്കെ ആളുകൾ തരുമെങ്കിൽ പോലും ഒരു സ്വാതന്ത്ര്യവും ഞങ്ങൾ എടുക്കാറില്ല. കാരണം ഞങ്ങൾ അതിഥിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എവിടെ താമസിക്കാൻ തരുന്നോ അവിടെ മാത്രം താമസിക്കും. ആ വീട്ടിൽ സാധാരണ വേറെ എങ്ങോട്ടും ഞാൻ പോവാറില്ല, പ്രവേശിക്കാറില്ല. ഭക്ഷണത്തിന് വെച്ച് അവിടെ വരെ പോകും, അത്രയേ ഉള്ളൂ.
അവരുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല, അഭിപ്രായം പറയാറില്ല. അവരഭിപ്രായം ചോദിച്ചാൽ പറയും എന്നല്ലാതെ എന്ത് സംഭവിച്ചാലും മിണ്ടാതെ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. കാരണം ഞാൻ അതിഥിയാണ്. ദൈവം അങ്ങനല്ല. ദൈവത്തിന് വേണ്ട നമ്മളെ തൻ്റെ വീടാക്കണം, സ്വന്തം വീടാക്കണം. ദൈവത്തിന് എന്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം. ഇടിക്കണമെങ്കിൽ ഇടിക്കണം, പൊളിക്കണമെങ്കിൽ പൊളിക്കണം, വേറെ റീമോഡൽ ചെയ്യണമെങ്കിൽ റീമോഡൽ ചെയ്യണം, വേറെ ഫിറ്റിങ്സ് വെക്കാനുണ്ടെങ്കിൽ ഫിറ്റിങ്സ് വെക്കണം. അങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ വീടാക്കി ചെയ്യണം എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ തെളിച്ച് ഞാൻ കാര്യം പറയാം. ദൈവം മനുഷ്യരിൽ വന്ന് താമസിക്കും. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. മനുഷ്യരിൽ ദൈവം വന്ന് താമസിക്കും എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ആശയം മനസ്സിലാക്കാൻ സ്വല്പം ബുദ്ധിമുട്ട്. അങ്ങനെ ഇച്ചിരി ആഴമുള്ള കാര്യമാണ് ഞാൻ പറയും, ഒരു സാധാരണ കാര്യമല്ല. ദൈവം വന്ന് താമസിക്കും എന്ന് പറയുമ്പോൾ പണ്ട് ദൈവം പറഞ്ഞൊരു പ്രയോഗമുണ്ട്. പുറപ്പാട് പുസ്തകം 24 അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യം. പുറപ്പാട് പുസ്തകം 24 അധ്യായം. 25. ദൈവം പണ്ട് മോശയോട് ദൈവം പറഞ്ഞ ഞാൻ ഇസ്രായേൽ മക്കളുടെ നടുവിൽ വന്ന് താമസിക്കാം. ദൈവത്തിൻ്റെ വീട് സ്വർഗത്തിലാണ്. അവിടെ ദൈവത്തിന് വീടുണ്ട്, മുട്ടം വീടുണ്ട്, സൗകര്യത്തിൽ താമസിക്കാൻ ദൈവത്തിന്. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകൾ ഇങ്ങനെ വന്ന് താമസിക്കുകയല്ലേ, നിങ്ങളിപ്പോൾ എല്ലാം മേളിൽ കയറി ദൈവത്തെ കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് താമസിക്കാം. പക്ഷേ താമസിക്കണമെങ്കിൽ അതിന് എനിക്കൊരു വീടുണ്ടാക്കി തരണം. ദൈവത്തിന് എവിടെയും കയറി വരാം, പക്ഷെ ദൈവം അങ്ങനെ കയറി വന്നാൽ മനുഷ്യന് കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലളിത ഭാഷയ്ക്ക് പറയാം. ദൈവം ഭയങ്കര പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം നമ്മുടെ വീട്ടിൽ വന്ന് കയറി നമുക്ക് വീട്ടിൽ വൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊന്നുകളയും, അപകടം വരും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അങ്ങനെ വന്ന് ഞാൻ നിന്നെ കൊല്ലാൻ വരുത്തില്ല, എനിക്കൊരു വീടുണ്ടാക്കിത്താ, ഞാൻ ഇവിടെ വന്ന് താമസിക്കും. ഞാൻ പഴയ നിയമത്തിലെ വാക്യങ്ങളുടെ വെളിച്ചത്തിലാണ് പറഞ്ഞതല്ല, എൻ്റെ അഭിപ്രായങ്ങൾ പറയല്ല. അപ്പൊ അങ്ങനെ ഒരു വീട് എനിക്ക് ഉണ്ടാക്കി തന്നാൽ ഞാൻ അവിടെ വന്ന് താമസിക്കാം. പക്ഷെ ആ വീട് ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം. വെച്ചാൽ വലിയ കെട്ടിടമൊക്കെ പറയുമ്പോഴേ അതിൻ്റെ മോഡൽ ഉണ്ടാക്കി കാണിക്കും ആർക്കിടെക്റ്റുകൾ. വീട് പണിയുന്നതിന് മുമ്പ് തന്നെ വീട് അങ്ങനെ ഇരിക്കുമെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു രൂപം വെട്ടിയുണ്ടാക്കി അവർ തരും. അങ്ങനെ ദൈവത്തിന് താമസിക്കാനുള്ള വീടിൻ്റെ ഒരു മോഡൽ മോശയെ മലയുടെ മുകളിൽ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി തരണം. അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇച്ചിരി വേഗം പറഞ്ഞാൽ അതിനെത്ര മുറി വേണമെന്ന് പറഞ്ഞ് ദൈവമാണ്. ഓരോ മുറിക്ക് എന്തോ നീളം വീതി വേണമെന്ന് പറഞ്ഞത് ദൈവമാണ്. അതെൻ്റെ അടിസ്ഥാനം എങ്ങനെ ഇടണമെന്ന് പറഞ്ഞത് ദൈവമാണ്. ഭിത്തി എങ്ങനെ വേണമെന്ന് പറഞ്ഞത് ദൈവമാണ്. അതിൻ്റെ മേക്കൂര എന്ത് വേണമെന്ന് പറഞ്ഞത് ദൈവമാണ്. അതിനെന്തോ നിറം വേണമെന്ന് പറഞ്ഞത് ദൈവമാണ്. അതിനകത്ത് എന്ത് ഉപകരണം കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞത് ദൈവമാണ്. ഓരോ ഉപകരണത്തിൻ്റെ നീളം വീതി ഉയരം നിശ്ചയിച്ചത് ദൈവമാണ്. അത് എന്ത് തടി കൊണ്ടുണ്ടാക്കണമെന്ന് പറഞ്ഞത് ദൈവമാണ്. അത് എന്തോ കൊണ്ട് പൊതിയണമെന്ന് പറഞ്ഞത് ദൈവമാണ്. ചുരുക്കി പറഞ്ഞാൽ അതെവിടെ വെക്കണമെന്ന് പറഞ്ഞതും ദൈവമാണ്. അങ്ങനെ തന്നെ വെക്കണം. പുറപ്പാട് പുസ്തകം 40 അധ്യായം ഇപ്പൊ വായിക്കാൻ നേരമല്ല, വീട്ടിൽ പോയി സൂക്ഷ്മം വായിച്ചു നോക്കണം. ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവസാനം ഇതൊരു കൂടാരമായിരുന്നു, കെട്ടിടമല്ലായിരുന്നു, കൂടാരം, ടെൻറ്റ് മാറ്റി മാറ്റി കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ അതെല്ലാം അഴിച്ചു പെറുക്കിയാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച ദിവസം, അസംബ്ലി ചെയ്ത ദിവസം, അതാണ് 40 അധ്യായം. അങ്ങനെ അസംബ്ലി ചെയ്ത ദിവസം പ്രത്യേകം പറയുന്നൊരു കാര്യം, ഓരോന്നും പറഞ്ഞിട്ട് പറയുകയാണ്, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്തു. 17 അധ്യായം 19 അധ്യായം 17 വാക്യം 19 വാക്യം 21 വാക്യം
23-ാം വാക്യം, 25-ാം വാക്യം, 27-ാം വാക്യം, 29-ാം വാക്യം, 33-ാം വാക്യം എല്ലാം നോക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും പറഞ്ഞിട്ട് പറയുകയാണ്, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അങ്ങനെ ചെയ്തപ്പോ 34, 35 വാക്യം, 40-ന്റെ പുറപ്പാട്, 40-ന്റെ 34. ജീസസ്. ആ പറഞ്ഞ വാക്യങ്ങളുടെ വലിപ്പം ഒന്ന് ഗ്രഹിക്കണേ. അപ്പൊ അങ്ങനെ എല്ലാം കൃത്യമായി ചെയ്തപ്പോ മേഘം സമാഗമന കൂടാരത്തെ മൂടി. ഏത് മേഘം? 13-ാം അധ്യായം 21-ാം വാക്യം. ആ മേഘം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അല്ല, സാധാരണ മേഘമല്ല. യഹോവ അവർക്ക് മുമ്പിൽ കാണത്തക്കവണ്ണം പോകുകയായിരുന്നു. ആ ദൈവം താമസിക്കാൻ ഈ കെട്ടിടത്തിൽ ഇറങ്ങി വന്നു, ഈ കൂടാരത്തിൽ ഇറങ്ങി വന്നു. അക്ഷരാർത്ഥത്തിൽ സംഖ്യ 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാവും. അവിടെ പറയുന്നത് പകലും രാത്രിയും ഭയങ്കര അഗ്നിപ്രകാശം ഈ കെട്ടിടത്തിൽ വസിച്ചു. എല്ലാവർക്കും കാണാം, പകലും കാണാം, രാത്രി കാണാം. ദൈവം താമസിക്കുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു സത്യമാണ്, അല്ല ഒരു ധാരണയല്ല. ദൈവം വരുന്നു എന്നുള്ളത് ഒരു ധാരണയല്ല, കേവലം ഒരു വിശ്വാസമല്ല, സത്യം. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതെല്ലാം ഉണ്ടാക്കിയ മോശ ഈ മേഘം ഇറങ്ങി വന്നപ്പോ അതിനകത്തോട്ട് കയറാൻ വയ്യ. ദൈവസാന്നിധ്യത്തിന്റെ ഭയങ്കരത്വ നിമിത്തം കയറാൻ മേല. അതാണ് ദൈവസാന്നിധ്യം. ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യമുണ്ട്, മനുഷ്യ ശരീരത്തിന് അനുഭവിക്കാവുന്ന സാന്നിധ്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് ആർക്കും താങ്ങാവതല്ല. നമ്മളെപ്പോലെ ഒരാളല്ല മോശ, നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് പറയാം. എന്നാലും ദൈവം മലയുടെ മണ്ടയ്ക്ക് അദ്ദേഹത്തെ മാത്രമല്ലേ വിളിച്ചോളൂ, വേറെ ആരും കയറരുതെന്ന് പറഞ്ഞില്ലേ? ഒറ്റ ഒരാൾക്കും കയറാൻ അനുവാദമില്ല, ഇദ്ദേഹത്തിന് മാത്രം. അത് 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ പോയി ഇരുന്ന മനുഷ്യൻ. അടുത്ത പ്രാവശ്യം വീണ്ടും 40 ദിവസം. ഈ മോശയ്ക്ക് പോലും നിൽക്കാൻ മേലാത്ത ദൈവസാന്നിധ്യം അതിനകത്ത് തോന്നിറങ്ങി. അതാണ് ദേവാലയം. ദൈവം താമസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അക്ഷരാർത്ഥത്തിൽ താമസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ആ ദേവാലയം ഇന്ന് അങ്ങനെ ഒരു ദേവാലയം ഇല്ല. നിങ്ങളാണ് ഇന്ന് ദേവാലയം, അങ്ങനല്ലേ? നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. വേറെ 2 വാക്യം കൂടെ നോക്കാമോ? 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ജീസസ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. മന്ദിരം എന്ന് വെച്ചാൽ ദൈവം താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മന്ദിരം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, കാരണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ താമസിക്കുന്നു. ഒരു ദിവസം 2 അന്യഭാഷ പറഞ്ഞു എന്നുള്ളതല്ലത്. പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിൽ ഒതുങ്ങുന്നതല്ലത്. വല്ലപ്പോഴും 2 അന്യഭാഷ പറയുന്നതിൽ ഒതുങ്ങുന്നത് അല്ലത്. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി താമസിക്കുന്നതാണ്. 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. നിങ്ങളുടെ ശരീരം നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ കേവലം അങ്ങ് അകത്ത് ആത്മാവിൽ താമസിക്കുന്നു എന്ന് ധരിക്കരുത്.
പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശരീരം. ദൈവം വന്ന് ഈ ശരീരത്തിൽ താമസിക്കുന്നു. അതങ്ങനെ ദൈവം താമസിക്കുന്ന ശരീരമാണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ അവയവം. എല്ലാ അവയവത്തിലും ദൈവം വന്നിറങ്ങി താമസിക്കും. അതാണ് സത്യമായ ആത്മീയ ജീവിതം. വിശദീകരിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി കാര്യം പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. എന്നാലും അത്യാവശ്യ ദൂത് പറയണം. ഞാൻ ഒരു പെന്തിക്കോസ്ത് വീട്ടിൽ ജനിച്ച ആൾ. കുഞ്ഞിലെ തൊട്ട് ആത്മീയ കാര്യത്തിൽ താല്പര്യം, ഉത്സാഹം. അങ്ങനെ എൻ്റെ ജീവിതം മൊത്തം. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് പോകാൻ അങ്ങനെ പ്രേരണയുണ്ടായി. ഞാനങ്ങ് പോയി. നല്ലപോലെ പഠിക്കണമെന്നായിരുന്നു നിർബന്ധം. എൻ്റെ പാഠങ്ങൾ മുഴുവൻ കാണാൻ പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോകാറുള്ളൂ. അല്ലാതെ എൻ്റെ ഒരൊറ്റ പാഠം പോലും പഠിച്ചു തീർക്കാതെ ഞാൻ പരീക്ഷയ്ക്ക് പോകാറില്ല. മുഴുവൻ മനപ്പാഠം പഠിക്കും. പരീക്ഷ എഴുതിയാൽ ഏറെക്കുറെ മൊത്തം മാർക്ക് വാങ്ങിക്കണം. അങ്ങനത്തെ നിർബന്ധക്കാരൻ. പ്രസംഗിക്കാൻ പോയാൽ പ്രസംഗത്തിൻ്റെ ബാക്കി മൊത്തം കാണാൻ പഠിക്കും. തുടക്കത്തിലും ഒരു 25 വാക്യം അന്നത്തെ ഈ പ്രസംഗത്തിലുണ്ടെങ്കിൽ 25 വാക്യവും പ്രസംഗം കാണാൻ പഠിച്ചിട്ട് ഞാൻ പ്രസംഗിക്കാൻ പോകുള്ളൂ, തുടക്കം മുതൽ. അങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ച് നന്നായിട്ട് ശുശ്രൂഷിക്കണം എന്നൊക്കെ നിർബന്ധക്കാരൻ. ഞാൻ ശുശ്രൂഷയിലായി. ഞാൻ ആദ്യം പ്രവർത്തിക്കാൻ വന്നത് ഇവിടെ പാലക്കാട്ടാണ്. ഇവിടുത്തെ പാലക്കാട്ടെ പാസ്റ്ററാണ് ഞാൻ കുറേ കാലം. 1972 പിന്നെ പഠിക്കാൻ പോയി, കുറേ ഉപരിപഠനം നടത്തി. പിന്നെ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നു. ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം പണ്ട് പഠിച്ച പാഠങ്ങളാണെങ്കിലും എല്ലാം സ്വയം പഠിച്ചു. എല്ലാത്തിലും ഉപദേശം ഞാൻ തന്നെ കണ്ടെത്തി എൻ്റെ ഉപദേശം സ്ഥാപിച്ചു. അല്ലാതെ എൻ്റെ വാദ്യന്മാർ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നതല്ല. ഞാൻ തന്നെ വേദപുസ്തകം വായിച്ച് പഠിച്ച് ഉപദേശം അങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തി എൻ്റെ ഉപദേശം എല്ലാ കാര്യത്തിലും ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ വന്നിട്ട് 23 വർഷം ഞാൻ ബൈബിൾ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതൃത്വത്തിലെത്തി, പല മണ്ഡലത്തിലെത്തി. അങ്ങനെ ഞാൻ ശുശ്രൂഷ ചെയ്തു. ദൈവം എന്നോട് സംസാരിക്കുമായിരുന്നു. പ്രസംഗിക്കാനുള്ള ദൂത് പറഞ്ഞു തരുന്ന പ്രസംഗം മൊത്തം പറഞ്ഞു തരും. വല്ല ഒരു സന്ദേശം മാത്രം പറഞ്ഞു തരികയല്ല, അന്ന് ദിവസം എന്തെല്ലാം പ്രസംഗിക്കണം വാചകം ഉൾപ്പെടെ പറഞ്ഞു തരും. എല്ലാം എഴുതി വെക്കും. എല്ലാ പ്രസംഗം എഴുതും. എഴുതാത്ത പ്രസംഗമേ ഇല്ല. ഇപ്പോഴൊക്കെ ചില സന്ദർഭങ്ങൾ, ചില ആത്മാവ് പെട്ടെന്ന് ദൂത് പറയുന്ന ചില സന്ദർഭങ്ങൾ ഒഴികെ ഇന്നും എൻ്റെ പ്രസംഗങ്ങളെല്ലാം എഴുതിയതാണ്. ഇന്നിപ്പോൾ എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ നിർബന്ധക്കാർ. ഞാൻ സൂപ്രണ്ടായിട്ട് സേവനം ചെയ്തു. അവൻ ദൈവം സംസാരിക്കും, ഓരോ കാര്യത്തിനും ദൈവം നിയോഗം തരും, ആത്മസാന്നിധ്യമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ ഒരു സമയം ഞാൻ ഒരു രാജ്യത്ത് പോയി. നിങ്ങൾക്കറിയാമായിരിക്കും, അമേരിക്കയിൽ കുടിപാർക്കാൻ അനുവാദമുള്ള ആളുകളാണ് ഞങ്ങൾ. 1985 ഞങ്ങൾ അമേരിക്കയിൽ കുടിയേറിയതാണ്. പക്ഷെ അവിടെ താമസിക്കരുത്, ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് താമസിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കാതെ വന്ന് ഇവിടെ താമസിക്കുന്നതാണ്. അവിടെ സ്ഥിര താമസം ഞങ്ങൾക്ക് ഉള്ള ആളുകളാണ്. അപ്പം അങ്ങനെ ഞാനിവിടെ ഈ ശുശ്രൂഷ ചെയ്തു വരുന്ന സമയത്ത് ഇടയ്ക്കൊരു ദിവസം ഞാൻ അവിടെ പോയപ്പോൾ ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാനൊന്ന് പോയി. നേരത്തെ ഞാനവിടെ പോയിട്ടുണ്ട്. അതൊരു വലിയ സുവിശേഷകൻ്റെ ഒരു ക്യാമ്പസാണ്. 1000 ഏക്കർ ഒരു വലിയൊരു ക്യാമ്പുണ്ട്. ഒരു ലോകപ്രസിദ്ധ യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാനിവിടെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ വേറൊരാൾ പോകുന്നു, അതിനൂടെ കൂടെ പോയെന്നുള്ളേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും സാധിക്കാൻ പോയാൽ ഞാൻ കണ്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ ദിവസം ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്നാൽ അങ്ങനെ നിന്നപ്പോഴേ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
ആ കാര്യം, അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതിൻ്റെ ഒരു ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല. അത് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പൊ ഇങ്ങനെ പല ബൂത്തുകളാണ്, പല മുറികളാണ്. 2 മുറി കയറി കാണും. എന്നോട് ആത്മാവ് പറഞ്ഞു, നീ വീട്ടിൽ പോയി എൻ്റെ പുസ്തകം എടുത്ത് ശുശ്രൂഷ എന്താണെന്ന് പഠിക്കും. ഞാൻ സുവിശേഷകനാണ്, സുവിശേഷകരെ ഒരുക്കുന്ന ആളാണ്, സൂപ്രണ്ടാണ്, ആത്മനിയോഗത്തിന് പോകുന്ന ആളാണ്. പക്ഷെ എന്നോട് ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥമല്ല അന്നേരം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ ബാക്കി കണ്ടു കാണും, പക്ഷെ ഒരു സാധനം എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് നല്ല ഓർമ്മശക്തി ദൈവം തന്നിട്ടുണ്ട്. എന്തൊരു സാധനം കണ്ടാലും അതിന് ഫോട്ടോ പതിയുന്ന പോലെ എൻ്റെ മനസ്സിൽ പതിയും. അങ്ങനത്തെ ഓർമ്മശക്തി ദൈവം തന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് കണ്ട ഒരു സാധനം എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിലില്ല. കാരണം ദൈവശബ്ദം ഭയങ്കര അധികാരത്തിൻ്റെ ശബ്ദമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ പഠനം എന്ന് പറയുന്നത് ഈ പുസ്തകം എടുത്തുള്ള പഠനമാണ്. ബാക്കി പുസ്തകങ്ങൾ അങ്ങനെ കാര്യമായി പഠിക്കാറില്ല. പഠിച്ച കാലത്ത് കുറെ പാഠങ്ങൾ പഠിച്ചു. എന്നും അത്യാവശ്യമായിട്ട് എനിക്ക് ചില കാര്യത്തിൻ്റെ അർത്ഥം അറിയാൻ മേലെങ്കിൽ അതിന് പറ്റിയ ഒരു പുസ്തകം എടുക്കും, അർത്ഥം ഒന്ന് നോക്കും. എന്നല്ലാതെ പുസ്തകം വായിച്ച് പഠിക്കുന്ന ഒരു രീതിയല്ല ഇന്നെനിക്കുള്ളത്. എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഈ ബൈബിളാണ്. അങ്ങനെ എടുത്ത് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആത്മാവ് പറയുന്നതനുസരിച്ചാണ്. ആത്മാവ് ഓരോന്നോരോന്നോരോന്നും അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങി, പ്രകാശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അങ്ങോട്ട് എഴുതി വെക്കാൻ തുടങ്ങി, നോട്ടുണ്ടാക്കി. പുതിയ നിയമം മുഴുവൻ വായിച്ച് നോട്ടുണ്ടാക്കി. അതെല്ലാം കൂടെ പറയാൻ നേരമില്ല. പറഞ്ഞതിൻ്റെ എല്ലാം കൂടെ ഒടുവിൽ അതെല്ലാം കൂടെ ഒരു 3 വർഷം എടുത്തു. ഒരു നീണ്ട പ്രോസസ്സാണ്, 3 വർഷം എടുത്തു. അവസാനം എല്ലാത്തിൻ്റെയും കൂടെ ചുരുക്കം ആത്മാവ് എന്നോട് പറഞ്ഞതിന് ചുരുക്കം എന്താണെന്നറിയോ? യേശുവിനെ പോലെ ജീവിക്കണം. അതാണ് ആത്മീയം. യേശു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണം. യേശു എന്ത് ചെയ്തോ അത് ചെയ്യണം. അതിൽ കുറഞ്ഞൊന്ന് പറ്റില്ല. ആണ് എന്നോട് പറഞ്ഞു. അതിനെന്നെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരുന്നു. ഓരോ പാഠം പറഞ്ഞു തരും. ഈ പാഠം ഓരോന്നും ഏറ്റുപറഞ്ഞ് അനുതപിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് നല്ലപോലെ ജീവിക്കാൻ ആഗ്രഹിച്ച ഞാൻ എനിക്കറിയാവുന്ന ഏറ്റവും മെച്ചമായ രീതിയിൽ ജീവിക്കാൻ പരിശ്രമിച്ച ആൾ. പക്ഷെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു പ്രത്യേക വെളിപ്പാടായിരുന്നു. ആ വെളിപ്പാടം കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ ഐ ആം സോറി, അങ്ങനെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ പെന്തിക്കോസ്ത് രീതിയിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു, യേശുവേ എന്നെ അങ്ങേ പോലെ ആക്കണമേ. വെറും വാക്കല്ല, ഉള്ളു തുറന്ന് കരഞ്ഞ് ഞാൻ ഏറ്റു പറഞ്ഞു. അത് കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി. ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം മൊത്തം ഈ ശരീരത്തിൽ ദൈവം താമസിക്കുന്ന ഒരനുഭവം വന്നു. ഈ ശരീരം മൊത്തം, എല്ലാ അവയവത്തിലും ദൈവം ഇതിനകത്ത് മൊത്തം താമസിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ശരീരമല്ല. നിങ്ങൾക്ക് ശരീരത്തിൽ ജീവനുള്ളത് അറിയില്ലേ? ജീവനുള്ളതും ജീവനില്ലാത്തതും അറിയില്ലേ? ആരോഗ്യമുള്ളതും ആരോഗ്യം ഇല്ലാത്തതും അറിയില്ലേ? ജീവനുണ്ടെങ്കിൽ നല്ലപോലെ തിരിയില്ലേ? എന്നതുപോലെ ഈ ജീവന്റെ മേളിൽ ദൈവത്തിൻ്റെ ജീവൻ വന്നിറങ്ങിയാൽ അപ്പം അതറിയില്ലേ? അത് കേവലം ഹൃദയത്തിലല്ല അറിയുന്നത്, ശരീരം മുഴുവൻ. ഈ വിരലിലറിയാം, ഈ പാദത്തിലറിയാം, ഈ കുടലിലറിയാം, ഈ മുഖത്തറിയാം, എല്ലായിടത്തും അറിയാം. ദൈവം പറഞ്ഞു, എനിക്ക് നിന്നിൽ താമസിക്കണം, നിന്റെ ശരീരത്തിൽ താമസിക്കണം. അതിന് എങ്ങനെ താമസിക്കാൻ പറ്റും? ആദ്യത്തെ വാക്യത്തിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കി തരണം. ഞാൻ പറയുന്നത് പോലെ ഉണ്ടാക്കാതെ വന്ന് താമസിക്കാൻ ദൈവം കൊച്ചു ദൈവമല്ല.
നമുക്ക് കാശ് ഒത്തിരി ഇല്ലായിരുന്നപ്പോൾ കൊച്ചു വീട്ടിൽ താമസിച്ചു, കിട്ടിയതനുസരിച്ച് താമസിച്ചു. കുറച്ചുകൂടെ ഒക്കെ കാശുണ്ടായി വീടുണ്ടാക്കാൻ നമുക്ക് ആശയങ്ങളും ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വീടുണ്ടാക്കില്ലേ? അല്ലേ? ഞാൻ ഒരു വീടുണ്ടാക്കി. ഞാൻ ഇങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി സഞ്ചരിച്ച ശേഷമാണ് വീടുണ്ടാക്കിയത്. നേരത്തെ എനിക്ക് വീടുണ്ടായിരുന്നു, അപ്പൻ ഉണ്ടാക്കിയ വീടുണ്ടായിരുന്നു. എന്നാലും അത് വിറ്റും വെച്ച് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകേണ്ടി വന്നു. പോയപ്പോൾ ഞാൻ വീടുണ്ടാക്കി. അപ്പം ഞാനിങ്ങനെ ഒരുപാട് ദേശങ്ങൾ സഞ്ചരിച്ച് ഒരുപാട് വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പം വീടുകളുടെ ഗുണവും ദോഷവും മെച്ചവും ഒക്കെ എനിക്കറിയാം. അപ്പം എൻ്റെ വീടുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വീടുണ്ടാക്കി. അന്ന് ഇത് ഒത്തിരി വർഷം മുമ്പാണ്. കേരളത്തിൽ പല എഞ്ചിനീയേഴ്സിനോടും അന്നത്തെ ഞാൻ എൻ്റെ ആശയം പറഞ്ഞപ്പോൾ അവർ ചെയ്യത്തില്ല. കാരണം അവരുടെ ശാസ്ത്രം വേറെ ഒന്നാണ്. ഞാൻ ഇവിടുത്തെ മോഡലല്ല ഉണ്ടാക്കിയത്, ഞാൻ വേറെടുത്ത മോഡലാണ് ഉണ്ടാക്കിയത്. അപ്പം അത് അവർക്ക് ഉൾക്കാനും പറ്റില്ല. ഞാൻ പറയുന്ന പോലെ എൻ്റെ വീടുണ്ടാക്കിയാൽ മതി. നിങ്ങളുടെ ആശയം എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കി തരണം, എൻ്റെ സൗകര്യത്തിൽ ഉണ്ടാക്കി തരണം. അത് ഞാൻ പല വീട് കണ്ടതുകൊണ്ടല്ലേ, എനിക്ക് അതിനെ സംബന്ധിച്ച് ആശയം ഉള്ളത് കൊണ്ടല്ലേ. എന്നത് എൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ സകലത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവത്തിന് തൻ്റെ വീട് തൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കണ്ടേ? നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് വന്ന് താമസിക്കുന്നെങ്കിൽ താമസിക്ക് എന്ന് പറയുന്ന ദൈവമാണോ അവിടുന്ന്? അല്ലല്ലോ. മഹാരാജാവായ ദൈവം അവിടുത്തെ ആധിപത്യത്തിൽ താമസിക്കാൻ നമ്മെ തെരഞ്ഞെടുക്കാനാണ് സഭയുണ്ടാക്കിയത്. ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ കയറി ഓരോ അവയവങ്ങളിലും ദൈവത്തിന് താമസിക്കണമോ പറയുന്നവരുണ്ടാക്കണം. അവിടുത്തെ വചനപ്രകാരം ഉണ്ടാക്കണം. ആണ് വിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ദൈവം സമ്മതിക്കില്ല. എൻ്റെ രീതി ഇതാണെന്ന് പറയുന്ന ഒരാളുടെ അകത്ത് ദൈവം താമസിക്കില്ല. വല്ലപ്പോഴും വല്ലതും കിട്ടും എന്നല്ലാതെ ദൈവം സ്ഥിരം താമസിക്കുന്ന ആത്മസാന്നിധ്യം ഉണ്ടാകണമോ? ഈ പുസ്തകം പറയുന്ന മുഴുക്രമവും അനുസരിച്ച് ഉച്ച മുതൽ ഉള്ളംകാല് വരെ ജീവിതത്തെ ക്രമീകരിച്ചാൽ, സംസാരത്തെ ക്രമീകരിച്ചാൽ, നോട്ടത്തെ ക്രമീകരിച്ചാൽ, പെരുമാറ്റത്തെ ക്രമീകരിച്ചാൽ, എല്ലാം ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവങ്ങളെ ക്രമീകരിച്ചാൽ ദൈവം താമസിക്കാൻ വരും. അപ്പം നിങ്ങൾ പിന്നെ അനുഭവിക്കുന്നത് കേവലം ഈ ഭൂമിയല്ല. ഞാൻ ഇച്ചിരി കൂടിയ കാര്യം പറയുകയാണ്. ഒന്നുകൂടെ പറയുന്നത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം പറയുകയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഭൂമിയല്ല അനുഭവിക്കുന്നത്, ഇതിലെ നടക്കും. പക്ഷെ നിങ്ങൾ വേറൊരു ലോകം അനുഭവിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് അർത്ഥം പറയാം. ഇസ്രയേൽ മരുഭൂമിയിൽ കൂടി പോയി, ഓർമ്മയില്ലേ? 40 വർഷം ഇസ്രയേൽ മരുഭൂമിയിൽ കൂടെ പോയില്ലേ? വെറും മരുഭൂമിയിൽ കൂടെയാണ് സഞ്ചരിച്ചത്. പക്ഷേ അവർ കഴിച്ച ആഹാരം മരുഭൂമിയിലെ ആഹാരമാണോ? അല്ല. മേലോകത്തിൽ നിന്ന് ആഹാരം കൊണ്ട് കൊടുത്തില്ലേ? അവർ കുടിച്ച വെള്ളം മരുഭൂമിയിലെ വെള്ളമാണെന്ന് പറയാൻ പറ്റുമോ? മരുഭൂമിയിൽ എല്ലായിടത്തും വെള്ളമുണ്ടോ? ഈ ലക്ഷക്കണക്കിന് ജനം, കുറഞ്ഞ പക്ഷം ഒരു 50 ലക്ഷം ജനം കാണും. അവരുടെ കന്നാലി ഇതെല്ലാം കൂടെ പോകുന്നതിന് വെള്ളം കൊടുക്കാൻ മരുഭൂമിയിൽ എവിടെ വെള്ളം? 1 കൊരിന്ത്യർ 10:4 അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. പോയടത്ത് ദൈവത്തിന്റെ പൈപ്പ് ലൈൻ നീട്ടിക്കൊടുത്തു എല്ലാ ദിവസവും. അല്ലാതെ ഈ ജനത്തിന് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല. ഓരോ ദിവസവും പൈപ്പ് ദൈവത്തിന്റെ നീട്ടിക്കൊടുത്ത് വെള്ളം കുടിപ്പിച്ചെങ്കിൽ ആ വെള്ളവും കേവലം മരുഭൂമിയുടെ വെള്ളമല്ലല്ലോ. സ്തോത്രം. ആ ജനത്തിന് 40 വർഷം രോഗം വന്നില്ലല്ലോ, അല്ലേ? വന്നോ? ഈ നടന്നിട്ട് കാലിന് നീര് വെച്ചോ? ഇല്ലല്ലോ. ഏത് പ്രായക്കാരും നടപ്പാണ്. ജീസസ്. ഒരു രോഗം അവർക്ക് വന്നില്ല. ഒരു ഡയബറ്റീസ് വന്നില്ല, ഒരു ബ്ലഡ് പ്രഷർ വന്നില്ല, ഒരു പനി വന്നില്ല, ഒരു രോഗം വന്നില്ല. വേണ്ടാതിനം കാണിച്ചപ്പോ കുറെ എണ്ണം ചത്തു. അത് അവരുടെ പാപം നിമിത്തം സംഭവിച്ചതാണ്. പക്ഷേ ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചവന് ഒരു രോഗവും വരാതെ 40 വർഷം സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഭൂമി അനുഭവിച്ചോ അതോ മേലോകം അനുഭവിച്ചോ? അല്ല, അവരനുഭവിച്ച കാലാവസ്ഥ എവിടുത്തത്? മരുഭൂമിയിൽ അത്യുഷ്ണമുണ്ട്, അതിശൈത്യമുണ്ട്. ഇവർ അനുഭവിച്ച കാലാവസ്ഥയോ എന്താണ്? പകൽ
മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ഇന്നത്തെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എയർ കണ്ടീഷൻഡ് ദേശത്ത് കൂടി ദൈവം കൊണ്ടുപോയി. കണ്ടീഷൻഡ് എയർ കണ്ടീഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടീഷൻഡ് എയർ, കൃത്യം വേണ്ടത്ര ചൂടിൽ ദൈവം കൊണ്ടുപോയി. സ്തോത്രം. എയർ കണ്ടീഷൻ ഭൂമിയിൽ ഉണ്ടാക്കണമെങ്കിൽ കെട്ടിടം പണിയണം. കെട്ടിടമില്ലാതെ എയർ കണ്ടീഷൻ പറയാൻ ഇന്ന് ഇത്രയും കാലം ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും ഏതെങ്കിലും ഒരു നാടൊന്ന് എയർ കണ്ടീഷൻ ചെയ്യാമോ? ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി വേറൊരു കാലാവസ്ഥ ഉണ്ടാക്കി കൊടുത്തെന്ന്. അപ്പൊ നിങ്ങൾ പറയൂ, അവർ ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചോ അതോ മേലോകത്തിൽ കൂടെ സഞ്ചരിച്ചോ? കാല് ഭൂമിയിൽ തൊട്ടു, പക്ഷേ അനുഭവിച്ചത് ഭൂമിയാണോ? അല്ലല്ലോ. മേലോകം അനുഭവിച്ചില്ലേ? പഴയ നിയമ ഇസ്രായേലിനത് പറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്ന ഈ ജനം ഭൂമി അനുഭവിച്ച് ജീവിക്കണോ അതോ ആത്മലോകം അനുഭവിച്ച് ജീവിക്കണോ? അങ്ങനെ ഒരു ലോകമുണ്ട്, അങ്ങനത്തെ അനുഭവമുണ്ട്. പക്ഷെ അവിടെ പോണോ? മാനുഷിക കണക്കുകൂട്ടലിലും നിങ്ങൾ ദൈവത്തെ പരിമിതപ്പെടുത്തുന്ന പരിമിതികളിലും അവിടെ പോകാൻ പറ്റില്ല. ഞാൻ പഠിച്ച ആത്മീയ എങ്ങനെയാണ് ഇത് മതിയെന്ന് പറയുന്നവർക്ക് അവിടെ പോകാൻ ഒക്കില്ല. ഞാൻ കണ്ട പെന്തിക്കോസ് ഇതാണ് എന്ന് പറയുന്നവർക്ക് അവിടെ പോവാൻ പറ്റില്ല. മൊത്തം ദൈവ ഇഷ്ടത്തിന് പോകാൻ തയ്യാറുണ്ടോ? ദൈവം ഇതിനകത്ത് മാറ്റം വരുത്തും. ഈ ശരീര സംവിധാനത്തിനകത്ത് മാറ്റം വരുത്തും. ഇതിനകത്ത് ശരീരത്തിൽ ദൈവം ഇറങ്ങി താമസിക്കും. ഞാൻ ഒന്നുകൂടെ പറയും, ഈ ചുണ്ടറിയും ദൈവസാന്നിധ്യം ഇതിൽ തങ്ങി നിൽക്കും. ഈ കൈകളിൽ ദൈവം വസിക്കുന്നുവെന്ന് ഈ കൈ അറിയും, മുൻ ശരീരം അറിയും. സ്വർഗത്തിൽ സഞ്ചരിക്കുന്നത് പോലെ എഫേസ്യർ 2:7 വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. മേലാൽ ഇരുത്തുമെന്നല്ല, ഇപ്പൊ തന്നെ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെ ഇരുത്തുന്ന ഒരു ആത്മമണ്ഡലം വേണമെന്ന്, നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്, ഇതിനകത്ത് ദൈവം താമസിക്കേണ്ടതിന്. എന്തിന്? ദൈവം താമസിക്കുന്ന ഭയങ്കര സുഖമാണ്. ഈ ശരീരത്തിൽ ഭയങ്കര സുഖമാണ്. അതിന്റെ സുരക്ഷിതത്വം നിങ്ങൾ അറിയും. നിങ്ങളിൽ ദൈവം താമസിച്ചാൽ പിശാചിന് വന്ന് നിങ്ങൾക്ക് കേടുവരുത്താൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങളെ കാണുമ്പോൾ പിശാചിന് പേടി വരില്ലേ? പലതരത്തിന്റെ പദ്ധതികൾ നമ്മുടെ മേൽ നടപ്പാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ജീവിക്കുന്നൊരു ജീവിതം തന്നെയല്ല. മനുഷ്യർക്ക് ദൈവത്തെ വേണം. എല്ലാ മനുഷ്യർക്കും ദൈവത്തെ വേണം. ദൈവത്തെ കിട്ടാൻ അവരെവിടെ പോകണം? അവർക്കറിയത്തില്ലല്ലോ. അവരായിരിക്കുന്നു ആ ദേശത്ത് പോയാൽ ദൈവത്തെ കിട്ടും, ഈ ദേശത്ത് പോയാൽ ദൈവത്തെ കിട്ടും. നമ്മുടെ കേരളത്തിൽ ദൈവത്തെ കിട്ടാൻ പോകുന്ന ഒത്തിരി സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ ദൈവത്തെ കിട്ടും എന്നാണ് അവരുടെ ധാരണ. പക്ഷേ പണ്ട് ഇസ്രയേലിന് അല്ലെങ്കിൽ മൊത്തം ലോകത്തിന് ദൈവത്തെ കിട്ടുന്ന ഒറ്റ സ്ഥലമേ ഉള്ളായിരുന്നു, അത് ദൈവാലയമായിരുന്നു. എവിടുന്ന് ആള് പോയാലും അവിടെ പോകണം. ഇന്ത്യയിൽ നിന്ന് പോയാലും അവിടെ പോകണം, ആഫ്രിക്കയിൽ നിന്ന് പോയാലും അവിടെ പോകണം. ആ ഒറ്റ ഒരിടത്തെ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇന്ന് ദൈവം അത് നിർത്തിയിട്ട് എല്ലാ നാട്ടിലും ദേവാലയമാക്കി. എല്ലാ നാട്ടിലും ദേവാലയം. ഈ പള്ളിയല്ല ദേവാലയം, നിങ്ങളാണ് ദേവാലയം, ഞാനാണ് ദേവാലയം. ദേവാലയം വെച്ചാൽ ദൈവം താമസിക്കുന്ന ആളുകളെന്നല്ലേ അതിൻ്റെ അർത്ഥം. ദൈവം താമസിക്കുന്ന ആള് പോയാൽ ദൈവസാന്നിധ്യത്തിന്റെ വലിപ്പം അതിനകത്ത് വേണ്ടേ? ആ ഭയങ്കരത്വം അനുഭവിക്കണ്ടേ? അങ്ങോട്ട് അടുത്തിയെല്ലാം മേലാത്ത വലിയ മഹത്വം ഉണ്ടെന്നാണ് ഈ പറഞ്ഞത്. ശരീരം അറിയുന്ന മഹത്വം. അങ്ങനെയുള്ള സാന്നിധ്യം നാട്ടുകാർക്ക് കിട്ടാൻ നമ്മുടെക്ക് വന്നാൽ ദൈവസാന്നിധ്യം കിട്ടണം. നമ്മൾ തൊട്ടാൽ ദൈവസാന്നിധ്യം കിട്ടണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവസാന്നിധ്യം കിട്ടണം. നമ്മൾ നടന്നു പോയാൽ ആ ദേശത്തിന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം.
അങ്ങനെ ദൈവത്തിന്റെ ആലയം നാട്ടിലെല്ലാം ഉണ്ടാക്കി വെക്കാനാണ് ദൈവം സഭ ഉണ്ടാക്കി വെച്ചത്. നാട്ടിൽ ആർക്ക് ദൈവത്തെ കാണണമോ, സഭയിലെ വിശ്വാസിയെ, സഭയിലെ പാസ്റ്ററെ തൊടണം, സഭയുടെ പാസ്റ്റർ ഭാര്യയെ തൊടണം, സഭയുടെ പാസ്റ്റർ മക്കളെ തൊടണം. അങ്ങനെ ഓരോരുത്തരെ ദൈവത്തിന്റെ ആലയമാക്കി നാടിന് മുഴുവൻ ദൈവത്തെ കൊടുക്കാൻ ദൈവമുണ്ടാക്കിയ സമ്പ്രദായമാണ് ദൈവത്തിന്റെ സഭ. അല്ലാതെ കേവലം കുറച്ചു പേർക്ക് വന്ന് ആഴ്ച തോറും പാട്ടുപാടി പ്രാർത്ഥിക്കാനും പിന്നെ മനുഷ്യന്റെ ഇഷ്ടം നടത്താനും ഭരണം നടത്താനും ആധിപത്യം നടത്താനും വഴക്കിടാനും ഇതിനൊന്നുമല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തെ കൊണ്ടു നടക്കുന്ന കുറെ മനുഷ്യർ നാടിന് ദൈവത്തെ കൊടുക്കാനുള്ളതാണ് ദൈവത്തിന്റെ സഭ. അതിനാണ് അകത്തെ ഓരോ വ്യക്തികളും. അതെ, ഒരു നീണ്ട പ്രക്രിയയാണ്. എങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ദൈവത്തിൽ നിന്ന് പഠിക്കണം. സമയമെടുക്കും. നമ്മളിലെ എന്നെ പഠിപ്പിച്ചത് 3 വർഷത്തെ സൂക്ഷ്മ പഠനം കൊണ്ടാണ്. 3 വർഷം സൂക്ഷ്മ പഠനം. എന്നോട് പറഞ്ഞതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ പോലെ ജീവിക്കണം. ആരെയും നോക്കണ്ട, ആ പ്രസംഗം എന്ത് ചെയ്തു നോക്കണ്ട, ഈ ഇവാഞ്ചലിസ്റ്റ് എന്ത് ചെയ്തു നോക്കണ്ട, ആ ലോകപ്രസിദ്ധൻ എന്ത് ചെയ്തു നീ നോക്കണ്ട. നീ ഒറ്റ ഒരാളെ നോക്കണം, യേശുവിനെ നോക്കണം എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ടത് വിശദീകരിച്ചു തന്നു. ഓരോ ഭാഗവും യേശുവിൻ്റെ ജനനം മുതൽ ഓരോ പാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു, വിശദീകരിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞ് സമ്മതിച്ചു കർത്താവേ, അങ്ങനെ തന്നെ ചെയ്തോളാം. സ്വന്തമായിട്ട് എനിക്കൊന്നും ഭൂമിയിൽ സാധിക്കാനില്ല, ഒരു വകയും സാധിക്കാനില്ല. അങ്ങനെ ജീവിതമാണ് ഞങ്ങൾക്ക്. ദൈവത്തിന് എന്ത് ചെയ്യാണ്ടോ അത് ചെയ്യണം. സൂപ്പർ എന്ന നിലയിലും സ്വന്തമായി ഒരു പ്ലാനിങ്ങും അല്ല. അതാത് സമയത്ത് ആത്മാവ് എന്തു പറയുമോ അത് ചെയ്യും. അതാണ് എനിക്കുള്ള നിയോഗം. അതാണ് എന്ത് വേണമെന്ന് ആത്മാവ് പറയും. പറയുമ്പോൾ അതങ്ങ് ചെയ്യും. ജീവിതത്തിൽ അങ്ങനെ തന്നെ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു വകയും പേഴ്സണലി സ്വന്തമായി സാധിക്കാനില്ല. ദൈവം എന്നെ എന്തിനു വിളിച്ചോ അത് മാത്രം സാധിക്കണം. അതിന് സമ്മതിച്ചു കൊടുത്തു. അവസാനം ഒരു ദിവസം അതിനൊരു ശക്തി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആ ശക്തിയെക്കുറിച്ച് എന്നോട് നേരത്തെ പറഞ്ഞ് എന്നെ പാഠം പഠിപ്പിച്ചു. പഠിപ്പിച്ചിട്ട് ഒരു നീണ്ട പാഠമാണ്, ഒരു വലിയ പാഠമാണ്. ആത്മസ്നാനത്തെക്കുറിച്ചൊരു പാഠമാണ്. ആ പാഠം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ ആത്മസ്നാനം പ്രാപിച്ച ആളാണ്. ആത്മാവിൻ്റെ ഓരോ മണ്ഡലങ്ങൾ ഞാൻ ജീവിച്ചു വന്ന ആളാണ്. പക്ഷെ അന്ന് പഠിപ്പിച്ച പാഠം ഒരു വലിയ പാഠമാണ്. അന്നല്ല, കുറേ ദിവസം മുമ്പ് പഠിപ്പിച്ചാണ്. ഞാൻ എഴുന്നേറ്റ് പ്രസംഗിച്ചിട്ട് ഞാൻ മുട്ടുകുത്തി, തറയെ മുട്ടുകുത്തി നിന്നു, മുട്ടുമേൽ നിന്നു. എന്നമ്മച്ച് ഞാൻ പറഞ്ഞു, യേശുവേ എനിക്കത് വേണം. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കിത് വേണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടൊരു ശക്തി ഇറങ്ങി. അത് ഈ ശരീരം മുഴുവൻ അങ്ങ് ഇറങ്ങി. അത് പോകാൻ വന്നതല്ല, യോഗത്തിന് അല്പസമയത്തേക്ക് വന്നതല്ല, സ്ഥിരം താമസിക്കാൻ ഇതിനകത്ത് വന്നു. അന്നാണ് ഞാൻ അറിയുന്നത് ആത്മാവ് ശരീരം മുഴുവൻ ഇറങ്ങുമെന്ന്, അവയവങ്ങൾ മൊത്തം ഇറങ്ങുമെന്ന്, വന്ന അവയവങ്ങളിൽ മൊത്തം താമസിക്കുമെന്ന്. അതോടെ ദൈവം എന്നെ വേറൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി, വേറൊരു ലോകത്തിൽ കൊണ്ടുപോയി. ദൈവത്തിന് ജീവനുള്ളൊരു സഭയെ വേണം, തുടിക്കുന്നൊരു സഭയെ വേണം. നാട്ടുകാരറിയണം ദൈവം താമസിക്കുന്ന കുറെ മനുഷ്യർ ഇവിടെ ഉണ്ടെന്നും അത് നിങ്ങളാണെന്നും. നിങ്ങളിലേക്ക് വന്നാൽ ദൈവം തൊടുന്നതിന് തുല്യമായി തൊടാൻ നമ്മെക്കൊണ്ട് പറ്റുമെന്നും നാട്ടുകാരറിയണം. അത് പ്രകടമാകണം, ആകും, പ്രത്യക്ഷമാവും. തൊട്ടാൽ ദൈവസാന്നിധ്യം വ്യാപരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഗുഡ് കണ്ടക്ടേഴ്സിനെ പറ്റുള്ളൂ, ബാഡ് കണ്ടക്ടേഴ്സിന് കിട്ടില്ല. വിധിശക്തി അങ്ങനെയാണല്ലോ, ഒരുങ്ങി വന്നവർക്കേ കിട്ടുള്ളൂ. അല്ലാത്തവൻ വന്ന് തൊട്ടാൽ ഒന്നും ഉണ്ടാവില്ല. എങ്കിലും തൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൈക്കൊള്ളാൻ ഒരുങ്ങി ജീവിക്കുന്നവരുടെ മേൽ ദൈവസാന്നിധ്യം പകരുന്ന ഒരു വലിയ ആത്മമണ്ഡലമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ പറയുന്ന എല്ലാം പെന്തിക്കോസുകാർക്കെല്ലാം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അനുഭവിച്ചത് കൊണ്ടും ആത്മാവിനെ വ്യക്തമായി ദൈവശാസ്ത്ര പ്രകാരം പഠിപ്പിച്ചതുകൊണ്ടും
ഞാൻ കേവലം അനുഭവം പറയല്ല, എന്നെ ആദ്യം ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുപോയത്. ദൈവത്തിന് ഈ പ്രദേശങ്ങളിൽ ഒരു ദൈവശക്തിയുടെ പകർച്ചയായിരിക്കണം. ഈ ദൈവം സത്യമാണെന്നും ഈ ആത്മീയ ജീവിതം സത്യമാണെന്നും നാട്ടുകാർക്ക് ബോധ്യം വരണം. ബോധ്യം വരണമെങ്കിൽ ഈ ശരീരത്തെ കൂടെ പറ്റുള്ളൂ. ഈ പള്ളി കൊണ്ട് പറ്റില്ല. പള്ളി കൊണ്ട് പറ്റും, അത്ര ജീവനുള്ള ആളുകൾ കൂടി വന്നാൽ പറ്റും. അപ്പൊ ഒത്തിരി പേരുടെ ജീവൻ ഇതിനകത്ത് എല്ലാം കൂടെ ഒന്നിച്ചു വരും. ജീവനുള്ള ആളുകൾ എല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോഴത്തേക്ക് വലിയ ജീവന്റെ വ്യാപാരം ഉണ്ടാവും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകും. ഓരോ മിനിറ്റും പള്ളി കാലുകുത്തുന്നത് മുതൽ ഇറങ്ങിപ്പോകുന്നത് വരെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പള്ളികളുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ അങ്ങനെയുള്ള പള്ളികളുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു പള്ളി പോയി, ഒരു വലിയ പള്ളി. ആ പള്ളിയിൽ പ്രവേശിക്കണമെങ്കിൽ യോഗം തുടങ്ങുന്നതിന് 30 മിനിറ്റ് എങ്കിലും അകത്ത് കയറിയെങ്കിലേ സീറ്റ് കിട്ടുള്ളൂ. ഇല്ല, കിട്ടില്ല. വലിയ പള്ളിയാണ്. പാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു തെരുവിലാണ് ഈ പള്ളി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാപമുള്ളൊരു തെരുവിൽ ഈ പള്ളി. ഒരു വെള്ളക്കാരൻ്റെ പള്ളിയാണ്, അമേരിക്കയിലാണ്. സാധാരണ വെള്ളക്കാരൻ്റെ ആരാധന 1 മണിക്കൂറാണ്, അല്ലെങ്കിൽ അറ്റം പോയാൽ 1.5 മണിക്കൂറാണ്. സാധാരണ 1 മണിക്കൂറാണ്. ഈ പള്ളിയിലെ ആരാധന 3 മണിക്കൂറാണ്. 1 മണിക്കൂർ മൊത്തം ജനമെല്ലാം ദൈവത്തെ ആരാധിക്കുകയാണ്. ആ ആരാധന എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ 1-ാമത്തെ മിനിറ്റിൽ സ്വർഗം ഇറങ്ങി വരും. ശരീരം അറിയത്തക്കോണം സ്വർഗം ഇറങ്ങി വരും. അടുത്ത 1 മണിക്കൂർ അധികാരമുള്ള പ്രസംഗമാണ്. പിന്നെ 1 മണിക്കൂർ ആത്മീക ശുശ്രൂഷയാണ്. പാട്ടങ്ങോട്ട് തുടങ്ങി, 2 പാട്ടങ്ങോട്ട് കഴിഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടുകയാണ്. യോഗം തുടങ്ങുന്നതിന് മുമ്പ് ജനമെല്ലാം ആത്മാവിൽ ഇങ്ങനെ അവരാരും വർത്താനം പറയില്ല. പള്ളി കയറി ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പ് കുറെ പേര് പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു. 1-ാമത്തെ സെക്കൻഡിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. 2 പാട്ട് കഴിഞ്ഞ് ആളുകൾ ഇരിക്കാൻ പറഞ്ഞു. ആളുകൾ അങ്ങോട്ട് ഇരുന്നു. അപ്പോഴത്തേക്ക് വേർഷിപ്പ് ലീഡർ അടുത്ത പാട്ടങ്ങോട്ട് തുടങ്ങി. ജനമെല്ലാം ചാടിയങ്ങ് എഴുന്നേറ്റു. കുറെ പേര് നൃത്തം ചെയ്യുന്നു. അവിടെ നിന്നുകൊണ്ട് കുറെ പേര് വിളിച്ചു പറഞ്ഞ, യേശുവേ അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, മുഴുവൻ സ്തുതി. ആർക്കും ഇരിക്കാൻ മേല. ദൈവമഹത്വം. അന്നെൻ്റെ ഭാര്യ കൊണ്ടുപോയിരുന്നില്ല. ഇന്ന കാലമല്ലത്, പോണമെന്നോ ഒന്നും സാധാരണ ഉള്ളൊരു കാലമല്ല ഈ പറയുന്നത്. ഞാൻ ഒരു എഴുത്തെഴുതി. വന്നൊരു ടിക്കറ്റ് എടുക്കാൻ 60,000 രൂപയാണ്. 60,000 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഈ യോഗത്തിൽ ഒരു യോഗം സംബന്ധിക്കാൻ വേണ്ടി മാത്രം വന്നാലും അത് മൂല്യമുള്ളതാണ്. അത്രയ്ക്ക് മഹത്വത്തിൻ്റെ യോഗം. കേരള പെന്തിക്കോസ്ത് സഭകളിൽ നേരെയാവാത്ത പിള്ളേര്, മലയാളി പിള്ളേര് അവിടെ പോയി രൂപാന്തരപ്പെട്ട് അമേരിക്കൻ ഇന്ത്യയിൽ വന്ന് സുവിശേഷ വേല ചെയ്തു. മലയാളത്തിൻ്റെ ഒരു വാക്കറിയാൻ മേലാത്ത പിള്ളേർ, എനിക്കറിയാവുന്ന പിള്ളേർ സുവിശേഷ വേലയ്ക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു. ആ പള്ളിയിൽ പോയി രൂപാന്തരപ്പെട്ടവൻ. അവരുടെ വീട്ടിൽ രൂപാന്തരമുണ്ടായില്ല, അവരുടെ പള്ളിയിൽ രൂപാന്തരമുണ്ടായില്ല. ദൈവസാന്നിധ്യം വരുമോ നാടിന് രൂപാന്തരം ഉണ്ടാവും, തലമുറയ്ക്ക് രൂപാന്തരം ഉണ്ടാവും. ആ പള്ളി പോണമെന്ന് ആളുകൾ പറയും. ഇന്നും ദൈവസാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. നിങ്ങളെ ദൈവത്തിന് നിവാസമാക്കണം. ഓരോരുത്തരെയും ദൈവത്തിന് നിവാസമാണ്. അങ്ങനെ ആഗ്രഹത്ത് കയറുമോ? യേശുവേ, എന്നിൽ എൻ്റെ മുഴു ശരീരത്തിലും അങ്ങ് താമസിക്കണേ. അപ്പൊ പിന്നെ തന്നിഷ്ടത്തിന് പോകാൻ പറ്റില്ല. ഒരു തന്നിഷ്ടവും നടക്കില്ല. ഒന്നുകൂടെ പറഞ്ഞു, ഒരു തന്നിഷ്ടവും നടക്കില്ല. അവന് ഇഷ്ടമുള്ളതുപോലെ ചിന്തിക്കാൻ പറ്റില്ല. അവന് ഇഷ്ടമുള്ളതുപോലെ വർത്താനം പറയാൻ പറ്റില്ല. മുഴുവൻ ദൈവ സാന്നിധ്യത്തിൽ. അതല്ലേ സുഖം. തന്നിഷ്ടം കൊണ്ട് എന്തു ഗുണം? ഒരു ഗുണവും ഇല്ല. തന്നിഷ്ടം കൊണ്ട് ദോഷമേ ഉള്ളൂ. ദൈവകൃപ അനുഭവിക്കുന്നത്
ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ശരീരത്തിന് ഭയങ്കര സുഖമാണ്, ആത്മാവിന് ഭയങ്കര സുഖമാണ്. തൊടുന്നവനും കാണുന്നവനും എല്ലാം അനുഗ്രഹത്തിൻ്റെ മണ്ഡലമാണ്. ഇതിനാണ് സഭ.